ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം കഴിയട്ടെ. ഒന്ന് രണ്ട് വേറെ അത്യാവശ്യങ്ങളൊക്കെ വന്നു, അതുകൊണ്ടാണ് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. എമർജൻസി കേസ് കെട്ടുകളായിരുന്നു. നുണ പറയുമായിരുന്നു. പറ്റിക്കൽ പരിപാടിയായിരുന്നു. എന്നിട്ട് എന്നോട് നുണ പറഞ്ഞു ബോട്ടിൽ കേറിയില്ല. നിന്നെയൊക്കെ കൊണ്ടുപോയി എന്തൊരു കഷ്ടപ്പാടാ. ഞാൻ സൂക്കട് തീർത്തു വരാം ഞാൻ. ഹലോ, ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ദേ തലമുടിയൊക്കെ കുളിച്ച് തലയൊക്കെ നനച്ച് കുഴച്ചിരിക്കുകയാണ്, ഒട്ടിപ്പിടിച്ചിരിക്കുക. അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇന്നൊരു ഡിഫറെൻറ്റ് വ്ളോഗാക്കാന്ന് വിചാരിച്ചു. സാധാരണ ഉച്ചത്തെയും രാവിലത്തെയൊക്കെ അല്ലേ നിങ്ങൾ കാണണേ. ഇന്ന് ഒരു നൈറ്റ് വ്ളോഗ് കാണിക്കാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെയ്യുമ്പോൾ കാണിക്കാം എന്നാണല്ലോ പറയണ്ടേ. അപ്പം ഇന്ന് കുറേ സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് ഞാനൊരു ബദാം മിൽക്ക് ഉണ്ടാക്കി. അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, അമ്മ കഴിച്ചില്ല. ഞാനും അപ്പയും കുടിച്ചു. പിന്നെ ഇറാനി ചായ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിച്ചൊരു ദിവസമാണ്. അപ്പം അതുപോലെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ് ഞങ്ങൾക്ക് കേട്ടോ. എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു ഡിന്നറല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിന്നറാണ്. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം. നല്ല വറുത്തരപ്പാന്ന് തോന്നുന്നല്ലേ? ഇച്ചിരി വറുത്തരപ്പുണ്ട് അതിൽ. ഞങ്ങൾ ഇന്ന് ബീഫ് കറി വാങ്ങിച്ചതാണ്. അതെ 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 അതെ. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. ഉച്ചയ്ക്ക് വാങ്ങിച്ചതാണ്. അത് ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഉച്ചയ്ക്ക് മീൽസാണ് എടുത്തത്. ബീഫാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് എന്നും പറഞ്ഞാണ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചത്. അത് ഇച്ചിരി വറുത്തരപ്പ് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞ് മസാലയുടെ ഇതാണോ എന്നറിയില്ല. അപ്പം ഇന്ന് കുറേ വീഡിയോസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ബീഫും ചപ്പാത്തിയും കൂടെ കഴിക്കാമെന്ന് ഓർത്തത് വാങ്ങിച്ചതാട്ടോ. അതെ 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 അതെ. എനിക്കധികം വേണ്ട, അതുകൊണ്ട് മുഴുവൻ ചൂടാക്കണ്ട. എനിക്കും അധികം വേണ്ട, വളരെ കുറച്ച് മതി. ഞാൻ ഇന്ന് ബ്രെഡും ബീഫും കഴിക്കണം. ഈ പാൻ ഇവിടെ വെച്ചേരെ ചൂടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ. അത് വെച്ചേക്കാം. ഈ പാനിൽ തന്നെ ഞാൻ ബ്രെഡ് മുരിച്ചെടുത്തോളാം. ആ കിരികിരു ബ്രെഡ് ഇല്ലേ, ആ കിരികിരു ബ്രെഡ് ആണ് ഞാൻ ഇന്ന് കഴിക്കാൻ പോണേ. അത് ബീഫിന്റെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ പറ്റൂല. ആ, രാവിലെ വേണമെങ്കിൽ ഞാൻ ബ്രെഡും ബീഫും കഴിച്ചോളാം. അതെങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ ആവട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ആവട്ടെ. ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ രാവിലത്തെ ടേസ്റ്റ്. അത് ശരി തന്നെയാണ്. ഇപ്പൊ വിചാരിക്കുന്നതായിരിക്കില്ല രാവിലെ എണീറ്റ് കഴിയുമ്പോ കഴിക്കാൻ തോന്നണത്. നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം കഴിയട്ടെ. അതെ, ഇന്നത്തെ കാര്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മറിക്ക് വെച്ചു. സാലഡ് അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ടൊമാറ്റോയും ക്യാരറ്റും ഒന്നും ഇട്ടിട്ടില്ല. സവോള മാത്രം ഉപ്പ് പുരട്ടി തിരുമ്മി അത് കളഞ്ഞ് വെച്ച് അതിലേക്ക് സ്വല്പം നാരങ്ങ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് പുളിപ്പിന് വേണ്ടി. ഒണിയൻ സാലഡ് മേടിച്ച ബീഫാണെന്ന് ഞാൻ പറഞ്ഞു. ചപ്പാത്തിയും പാക്കറ്റ് ചപ്പാത്തി മേടിച്ചതാണ്. അത് ചൂടാക്കി എടുക്കണം. അതെ 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 അതെ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയല്ല കഴിക്കാറ്, പക്ഷെ വളരെയേറെ തിരക്കുള്ള ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. കാരണം വീണ്ടും നമ്മൾ ഡിന്നറിനേക്ക് വേണ്ടി പണിയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു റെസ്റ്റ് വേണ്ടേ. അത് തന്നെയല്ല, വേറെ പല ആവശ്യങ്ങളും ഇന്നും ഉണ്ടായിരുന്നു. പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒന്ന് രണ്ട് വേറെ അത്യാവശ്യങ്ങളൊക്കെ വന്നു, അതുകൊണ്ടാണ് ഇത് രണ്ടും ഇങ്ങനെ മേടിച്ചു. ഒന്നും അല്ലെങ്കിൽ ചപ്പാത്തി മേടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും. കറി ഇവിടെ വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ മുട്ടക്കറി, അല്ലെങ്കിൽ പീസ് കറി, അങ്ങനെ ഏതെങ്കിലും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് കറി ഉണ്ടാക്കിയില്ല, അതിന് സാധിച്ചില്ല. കുക്കിങ്ങിൻ്റെ ഇടയ്ക്കൊന്ന് പുറത്ത് പോകേണ്ടിയും വന്നു. അതുകൊണ്ടാണ് കറിയും വാങ്ങിച്ചു, ചപ്പാത്തിയും വാങ്ങിച്ചു. ചപ്പാത്തി ബോയിൽ ചെയ്യട്ടെ കേട്ടോ. ബോയിലല്ല, ചുട്ടെടുക്കണം. ഹാഫ് കുക്കായത് ചുട്ടെടുക്കട്ടെ. ഞാൻ ഇന്ന് ബ്രെഡ് മുരിച്ച. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു റെസിപ്പി എന്താണെന്നറിയോ? ഇല്ല. നമ്മുടെ ചിക്കൻ ഇല്ലേ, ചിക്കൻ ഇതുപോലെ വേവിച്ചെടുക്കും. വലിയ മസാലയൊന്നും ഇടാതെ പീസാക്കിയിട്ട് കുരുമുളകും മഞ്ഞളും ഒക്കെ ഇട്ട് വേവിച്ചെടുക്കും. വേവിച്ചെടുത്തതിന് ശേഷം പച്ചക്കറികളെല്ലാം സോട്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കണ സാലഡ് ഡ്രസ്സിംഗ് ഇല്ലേ, അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിനകത്ത് അതിങ്ങനെ പെരട്ടിയെടുക്കും. എന്നിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ അത് വെച്ച് റോളാക്കി കഴിക്കും. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ളത് അത്. എനിക്കൊരു അട ഉണ്ടാക്കണമെന്നുണ്ട് നാളെ, പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നാളെ വേറെ 2 വീഡിയോസ് പരിപാടി ഉണ്ടാകും. മുട്ട വെച്ചിട്ടുള്ള പരിപാടി ചെയ്യണം നാളെ. കാരണം ബ്രെഡ് അതിന് മേടിച്ച് വെച്ചു പോയി, മറ്റേ ബ്രെഡ്, സാദാ ബ്രെഡ്. പിന്നെ ചെമ്മീപ്പരിപ്പ് ശരിയാക്കണമെന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നോക്കട്ടെ, പറ്റുമെങ്കിൽ അടയും കൂടെ ചെയ്യാം, ഇല്ലെങ്കിൽ ചെറിയ വേറെ എന്തെങ്കിലും ചെയ്യാം. കാരണം ഇന്ന് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ ഔട്ടിങ്ങും കൂടെ വർക്ക് ലോഡിൻ്റെ കൂടെ വരുമ്പോൾ ആകെ പ്രശ്നമാണ്. ഈ ആഴ്ച ഫുള്ള് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. എമർജൻസി കേസ് കെട്ടുകളായിരുന്നു. ഒന്ന് കഴിയണതിന് മുമ്പ് അടുത്തതിന് പോകേണ്ടതൊക്കെ ആയിട്ട് വന്നു. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്, പ്രശ്നങ്ങളല്ല, യാത്രകൾ, അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ്. അതെ, അത് പെട്ടെന്ന് പോവേണ്ട സാഹചര്യം ആകുമ്പോൾ നമുക്ക് പോവാതെ പറ്റൂല്ലോ. അത് കാരണം അങ്ങ് മൊത്തത്തിലൊരു ഇതായിപ്പോയി. മൊത്തം
ഈ ആഴ്ച ഒരേ ദിവസവും. കൺജസ്റ്റഡ്. അതെ, മൊത്തം ഇതായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. എന്നാ പിന്നെ ഞാനും ഇതിന്റെ കൂടെ ചപ്പാത്തി അങ്ങ് കഴിക്കാം. കഴിച്ചോ, ഇനിയിപ്പോ ബ്രെഡ് എടുക്കണ്ട, നാളെ ബ്രെഡ് എടുക്കാം. രാവിലെ ബ്രെഡും ബീഫും എല്ലാം കഴിക്കാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഒരു ചപ്പാത്തി മതി എനിക്ക്. ഒന്ന് മതിയോ? അപ്പടെ കൊടുക്കും. അല്ലെങ്കിൽ ഇന്നും ബ്രെഡും ബീഫും നാളെ രാവിലെയും ബ്രെഡും ബീഫും ആണെങ്കിൽ മടുക്കും. പിന്നെ ബ്രെഡ് മൊരിക്കാന്നൊക്കെ ഓർത്താ ഞാൻ ബ്രെഡ് കഴിച്ചോളാന്ന് പറഞ്ഞേ. ബ്രെഡ് ഫ്രിഡ്ജിട്ട് വെച്ചേക്കാം. ബീഫ് അങ്ങനെ കിടന്ന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അധികം മറ്റുണ്ടോ, പറ്റിയ ഗ്രേവി തീരും. സിമ്മിലിട്. ഇതിന് ബീഫ് റോസ്റ്റ് എന്നാണോ പറയുക, ബീഫ് പെരളൻ എന്നാണോ പറയുക, എന്താ ഇതിന് പറയാന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ബീഫ് റോസ്റ്റ്. നമ്മളിതിന് പെരളൻ എന്നൊക്കെ പറയുന്നു തോന്നുന്നല്ലേ? അല്ല, ഇത് പെരളനല്ല, ബീഫ് റോസ്റ്റ് എന്ന് തന്നെയാ പറയണേ. ശരിയാ. മറ്റേ ഡ്രൈ ആക്കണത് ബീഫ് ഉലർത്ത, അല്ലെങ്കിൽ ഡീപ് ഫ്രൈ. ഉലർത്തെന്ന് പറഞ്ഞാൽ മതി. അതെ 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 അതെ. നിങ്ങളുടെ അവിടെ ഇതിനൊക്കെ ഇങ്ങനെയാ പറയണേന്ന് പറയണേ. ഓരോ സ്ഥലത്തും ഇതിന് ഓരോ രീതിയിലാണെന്ന് തോന്നുന്നു പറയണേ. പെരളൻ എന്ന് പറയുമ്പോൾ ചാറ് നന്നായിട്ടുണ്ടാവും, അതാണ് പെരളൻ. അതുണ്ടാവും. കൊമളച്ചു വരുന്ന ചപ്പാത്തി. അമ്മ ഈ കൊമള കണ്ട അപ്പൊ തന്നെ അത് ഒതുക്കും. നിന്റെ ഒതുക്കണില്ല, ഒതുക്കണ്ട, പപ്പടം പോലെ ഇരുന്നോട്ടെ. കാരണം അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല ഈ കൊമള. എനിക്ക് ഇഷ്ടമല്ല, എനിക്കറിയില്ല. ഞാൻ പപ്പടത്തിന്റെയും ഞാൻ ഒതുക്കും. എനിക്കത് കാണുമ്പോ തന്നെ വലിയ വിഷമാ. ചെറുപ്പത്തിൽ ഞാൻ നിനക്ക് ഒതുക്കി തന്നത്. അതെ 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 അതെ. പപ്പടം കൊമളയ്ക്കാത്ത എന്നെ അമ്മേന്ന് ചോദിക്കുമ്പോ ഞാൻ പറയും പപ്പടം കൊമളയ്ക്കൂലെന്ന്. കുറെ നുണ പറയുമായിരുന്നു. എന്തൊക്കെ പറ്റിക്കൽ പരിപാടിയായിരുന്നു പണ്ട്. അതുപോലെ അമ്മ എന്നെ പറ്റിച്ചത്, അമ്മയും വെല്ലിപ്പച്ചനും കൂടെ ബോട്ടിന് പോയി ചെറായിക്ക്. പോയി. എന്നിട്ട് എന്നോട് നുണ പറഞ്ഞു ബോട്ടിൽ കേറിയില്ല, എന്നെ കൊണ്ടുപോവാണ്ട്. വെല്ലിമ്മച്ചിന് കുർബാന ഇരിക്കാൻ പോയതാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ബോട്ടിൽ കയറാൻ വേണ്ടി. ഞാൻ ബോട്ടിൽ കയറി തെളിക്കണതിന് മുമ്പ് പോയി. 6 മണിക്ക് കണ്ടു പോയി. എന്നിട്ട് പറഞ്ഞു ബോട്ടിൽ കയറൂല എന്നൊക്കെ പറഞ്ഞു നുണ പറഞ്ഞു പോയി. ഞാനത് ജീവിതത്തിൽ മറന്നിട്ടില്ല. രാവിലെ പോയി ഇവിടുന്ന്. നിന്നെയൊക്കെ കൊണ്ടുപോയി എന്തൊരു കഷ്ടപ്പാടാ. നീ ഇതിൽ കയറി ബസ്സിൽ കയറിയല്ലേ കൊച്ചു പോണേ. നിനക്ക് ഫുള്ളായിട്ട് ഇട്ടാ പോരെ. ബസ്സിൽ കയറി പോയേച്ച് വൈപ്പിനിൽ ചെന്നേച്ച്, അല്ല ബോട്ടിൽ ഇറങ്ങി, ഇവിടുന്ന് ബസ് കയറി ബോട്ട് ജെട്ടിന്ന് ബോട്ട് കയറി വൈപ്പിനിന്ന് ബസ് കയറി ചെറായി. വല്യമ്മച്ചിയുടെ കുർബാനയിലിരിക്കാൻ പറ്റില്ല, ഗ്ലേസ് ചേച്ചിയുടെ അമ്മച്ചിയുടെ. അങ്ങനെ വൈകുന്നേരം ഒരു സമയമായി വന്നപ്പോ. ഒരു മിനിറ്റ്. ബോട്ടിൽ കയറൂല എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച്. ഞാനത് ഇന്ന് വരെ മറന്നിട്ടില്ല. അത് മറക്കൂല. അത് നീ ബോട്ടിലൊന്ന് കയറിയായിരുന്നെങ്കിൽ ജീവിതത്തിൽ മറക്കൂല. കാരണം അത്രയ്ക്ക് ഞാൻ വരെ കഷ്ടപ്പെട്ടു പോയി വന്നപ്പോ. കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ബസ് കയറി പോവുമല്ലോ ഒന്നാമത്. അയ്യോ. എന്നിട്ട് അവിടെ ചെന്ന് പള്ളിയിൽ കഴിഞ്ഞ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ 4, 4:30, 5 കണ്ടായി. അന്ന് വൈപ്പിനിലേക്ക് ഡയറക്റ്റ് അങ്ങ് ബസ്സൊക്കെ കുറവാല്ലേ? കുറവാ. വൈപ്പിനിലേക്ക് ബസ് ഇല്ല എന്ന്. എറണാകുളം ബോട്ട് ജെട്ടി ചെല്ലണം. ബോട്ട് ജെട്ടി ചെന്നേച്ച് ബോട്ട് കയറി വൈപ്പിനിൽ ഇറങ്ങണം. വൈപ്പിനിൽ ചെന്നേച്ച് മുനമ്പം ബസ് കയറി ചെറായി. എന്നിട്ട് പള്ളിയിട്ട് പള്ളി കഴിഞ്ഞ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് കാപ്പി ഇതൊക്കെ കഴിഞ്ഞേച്ച് തിരിച്ചു പോന്നു. അല്ല വീട്ടിലും പോയി, ചെറായി വീട്ടിൽ പോയേച്ചാ പോന്നു. എന്തൊക്കെ കഥകളാ അങ്ങനെ. പലതും ഉണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ മറക്കാത്തത് ഇതാ. മറക്കല് പറഞ്ഞോണ്ടിരുന്ന കുറച്ചിട്ടാ മതി കേട്ടോ. എനിക്ക് ഇച്ചിരി മതിയതാ. ഇത്രയും മതി. ഇച്ചിരി ആയിട്ട് കഴിച്ചാ മതി. ഒരുപാട് ബീഫൊന്നും കഴിക്കണ്ട. നല്ലതല്ലല്ലോ. അതെ, കൊളസ്ട്രോൾ ഒക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മളങ്ങനെ അധികം ഉപയോഗിക്കില്ല. അതെ അതെ അതെ. പിന്നെ പല ദിവസങ്ങളായിട്ട്, അല്ല നാളെയൊക്കെ ആയിട്ട് എടുക്കാം. പിന്നെ ഉച്ചയ്ക്കൊന്നും ഇനി കറികൾ അധികം വേണ്ട. കൊടുക്കട്ടെ. ഒരു മിനിറ്റ്. നല്ല സ്പൈസിയാന്ന് തോന്നി കണ്ടിട്ട്. മുളകൊക്കെ ഉണ്ടല്ലോ സാലഡില്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പോലെ അത്രയും സോഫ്റ്റ് അല്ല. കളറൊക്കെ ഒരുമാതിരി. അത് ഈ വറുത്തരപ്പിച്ചിട്ട് ചേർക്കും, അതാ. അതുകൊണ്ടാ കുറച്ച് സ്പൈസി ആവണേ. നമ്മളങ്ങനെ അധികം ഓവർ സ്പൈസി ആക്കാറില്ല. അല്ല, ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഇറച്ചി ഭയങ്കര ഹാർഡാണ്. അതാണ് അതിന്റെ ഒരു. അത് നമ്മൾ നോക്കി മേടിക്കുന്ന പോലെ കടകളിൽ മേടിക്കില്ലല്ലോ. അത് പറ്റൂല. അവർക്ക് കുറെ വേണമല്ലോ, അപ്പൊ അവർ ഒരു പോത്തിനെ മേടിക്കുമായിരിക്കും. ഇത് ഉണ്ടാക്കി വെച്ചേക്കാം. ആണോ? എന്നിട്ട് നമുക്ക് ചെല്ലുമ്പോ ബാക്കി സ്പൈസസ് എല്ലാം ചേർത്ത്
റോസ്റ്റ് ചെയ്ത് തരാം. കാണാവോ അപ്പൊ? പിന്നെ പൊട്ടിക്കാൻ പോവാ കുമ്പള. ആ അയ്യോ, എനിക്കത് കാണുമ്പോ എന്തൊരു വിഷമാ. നിന്റെയിലേക്ക് ഇട്ടേക്കാം. അല്ല നിന്റെ കുമ്പള വന്നത് അത് പിന്നെ കുറച്ച് കഴിയുമ്പോ ചുങ്ങി പോകും പാത്രത്തിലേക്ക് ഇടുമ്പോ. അത് കാര്യമില്ല. അമ്മ മൽപ്പിടുത്തം നടത്തി അതിനകത്തേക്ക്. അന്നേരം പൊങ്ങിപ്പൊങ്ങി നീ എന്നാടി ഇങ്ങനെ പൊങ്ങണത്? അന്നേരം റെഡിയാക്കിയോ അമ്മ? എടിയോ എടനോ അന്നേരം വീണ്ടും പൊങ്ങണം. എന്നാ ഞാൻ സൂക്കട് തീർത്തു വരാം ഞാൻ. പുതിയ ജനറേഷൻ എടാന്നാ പറയണേ. ഇപ്പൊ എടിയാ ഞാൻ. എനിക്ക് വെളിവുകേടായി. നിങ്ങളുടെ കാലഘട്ടത്തിൽ എടീന്നൊക്കെയാ. അതുകൊണ്ടല്ല, കാലഘട്ടത്തിന്റെ വെച്ചല്ല, എനിക്ക് വെളിവുകേടായി. മണി 10:30 അല്ല 10:10. അതുകൊണ്ട് വെളിവില്ലാപ്പ. ഇന്ന് മൊത്തം തെറ്റി. മൊത്തം തെറ്റി. താളം തെറ്റിയല്ല, യാത്ര, കുക്കിങ് എല്ലാം കൂടെ ആയപ്പോ. അമ്മ ഇപ്പൊ ബീഫ് എടുക്കൂട്ടോ, ഇത് എന്റെയാ. എന്റെ അതെ ഞാൻ എടുത്തോളാം. ഇത് നാളെ എടുക്കാം. നാളെ എടുക്കാം. എന്തേ ബീഫ് അതിൽ ഇരിപ്പുണ്ട്. ചൂടുണ്ടോ നോക്കിയതാ ചിനിച്ചിട്ട്. എനിക്ക് അധികം ബീഫ് കഴിച്ച വയറിന് അത്ര നല്ല ഇതല്ല. പോരെങ്കിൽ പുറത്തൊന്നും മേടിച്ചതുമല്ല. അതുകൊണ്ട് ഞാൻ വേറെ ഇതിന് പറ്റിയ കറി ഇല്ലായിരുന്നോണ്ടാണ് ഞാനിത് എടുക്കണം കേട്ടോ. മതി മതി. ഉണ്ടെന്നാലും ഗ്രേവി കേട്ടോ ഇത്. ഓക്കെ ഓക്കെ. അപ്പം ഗുഡ് നൈറ്റ് എല്ലാവർക്കും. See you. Sweet dreams. Sweet dreams. നിങ്ങൾ ഉച്ചയ്ക്കായിരിക്കും കാണണേ, പക്ഷെ ഞങ്ങള് വൈകിട്ടായതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഓക്കെ, ഇനി കഴിക്കാം. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇത് നോയമ്പൊക്കെ തുടങ്ങണതിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ, ഈ സമയത്ത് എടുത്തിട്ടുള്ളതല്ല. അപ്പോൾ അതേ അപ്പ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചപ്പാത്തിയും ബീഫും അല്ലേ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ആഹാരമാണല്ലോ. അമ്മയ്ക്കും ഇഷ്ടമായി. ഇച്ചിരി സ്പൈസിയാന്ന് പറഞ്ഞു. ഞാനും ആദ്യം ചപ്പാത്തി എടുക്കണ്ട, ബ്രെഡ് മുറിച്ചെടുക്കാമെന്ന് ഓർത്തു. പിന്നെ എല്ലാവരും ചപ്പാത്തി കഴിക്കണുണ്ടപ്പോൾ എനിക്കും കഴിക്കാൻ തോന്നി. അപ്പം ഞാനും അത് എടുത്തോളാമെന്ന് പറഞ്ഞു. എനിക്കും ഇച്ചിരി സ്പൈസി ആയിട്ട് തോന്നി കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും അങ്ങനെ തോന്നിയായിരുന്നേ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല രുചികരമായിരുന്നു ഇങ്ങനെ കഴിക്കാനായിട്ട്. ആ ഒരു കോമ്പിനേഷൻ നല്ല രസമല്ലേ. സാലഡും വേണം അതിൻ്റെ ഒപ്പം, എങ്കിലാണ് ആ കോംബോ കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നോയമ്പുള്ളവരൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം ഞാൻ ബീഫും ഇച്ചിരി ഗ്രേവിയും കൂടെ കൂട്ടിയെടുത്തു. എനിക്ക് ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം. കഷ്ണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിൽ ഭയങ്കര ഹെവി ആയ പോലെ തോന്നും. നമ്മളെന്തോ വലിയൊരു വെയിറ്റുള്ള സാധനം കഴിച്ച ഒരു ഫീലിംഗ് ആണ് എനിക്ക് കൂടുതൽ കഷ്ണങ്ങൾ കഴിച്ചാൽ തോന്നാറ്. അതുകൊണ്ട് എനിക്ക് കൂടുതലും ഗ്രേവി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ ഗ്രേവി കുറച്ച് കൂടുതൽ എടുത്ത് ചപ്പാത്തിയിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി സാലഡും കൂടെ അതിനൂടെ പുരട്ടി അങ്ങ് എടുക്കും. എന്നിട്ട് ചപ്പാത്തി അങ്ങ് മടക്കിയിട്ട് ഒരു പിടി പിടിക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ കേട്ടോ. എന്നെപ്പോലെ സാലഡ് ഇതിൻ്റെ ഒപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാ? വേഗം പറഞ്ഞോ. വാവ്, നല്ല ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവർക്കും അതുപോലെ തന്നെ നല്ല ദിവസങ്ങളൊക്കെ സമ്മാനിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വിഷമങ്ങളെല്ലാം മാറി നല്ല ദിവസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം. അപ്പോൾ ഇനി നാളെ കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.